ഇസ്രായേലിൻ്റെ പരിപാലകനായ ദൈവമേ, ഈ ദേവാലയത്തെയും ഇവിടെ നിന്ന് മരണമടഞ്ഞ് ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന സകല ആത്മാക്കളെയും ഈ ദേവാലയത്തിൽ നിന്ന് ശുശ്രൂഷ ചെയ്ത് കടന്നുപോയ വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയും ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്തുണ്ടെങ്കിൽ അവരെയും കർത്താവേ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധവും പരിപാവനവുമായി ഈ ദേവാലയത്തിൽ നിന്ന് പങ്കുകൊണ്ട വിശുദ്ധ കുർബാനയുടെ യോഗ്യതയാലും ജീവിതകാലത്ത് അവർ ചെയ്ത നല്ല പ്രവൃത്തികളുടെ യോഗ്യതയാലും ആ ആത്മാക്കളെ നീതിമാന്മാർക്കായി സജ്ജമാക്കപ്പെട്ട സ്വർഗീയ ഇടത്തിലേക്ക് അങ്ങ് പ്രവേശിപ്പിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ താഴ്മയായി അപേക്ഷിക്കുന്നു. പരിശുദ്ധവും പരിപാവനവുമായ ദേവാലയത്തിലൂടെ സഞ്ചരിച്ച അവരുടെ പാദങ്ങളെ കർത്താവേ നിത്യപ്രകാശത്തിൽ സഞ്ചരിക്കുവാനിടയാക്കണമേ. അനന്തമായ കരുണ കണ്ട അവരുടെ കണ്ണുകൾ നിന്റെ മഹത്വപൂർണമായ പ്രത്യാഗമനം കാണുവാനിടയാക്കണമേ. ദേവാലയത്തിൽ നിന്റെ സ്തുതിഗീതങ്ങൾ കേട്ട അവരുടെ കാതുകൾ നിന്റെ ശിക്ഷാവിധിയുടെ സ്വരം കേൾക്കാതിരിക്കട്ടെ. ദേവാലയത്തിൽ നിന്നെ പാടി പുകഴ്ത്തിയ അവരെ സ്വർഗത്തിൽ നിന്നെ പാടി പുകഴ്ത്തുവാനിടയാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. മഹിമയിൽ നിന്നു രാജകുമാരി ബലിപീഠത്തിൽ കൂടുചമയ്ക്കും പ്രാവുകണക്കെത്തിരുസഭ നിൽപ്പൂ. കൂടുതകർത്ത പ്രാക്കളയെല്ലാം കുരുതി കഴിക്കാൻ സർപ്പമണഞ്ഞു. കർത്താവേ നിൻ ദിവ്യനിണത്താൽ നേടിയ സഭയെ കൈവെടിയല്ലേ. കടലിൽ യാത്ര ചെയ്യുന്നവർ ആഴികടക്കും വർത്തകരെ പോ ഊഴിയിലങ്ങനെ നീങ്ങുന്നു നാം. കരയെത്തുമ്പോൾ ധനമില്ലാത്തോ കരയും മറ്റവരാനന്ദിക്കും. ശാശ്വതമാം ധനമുള്ളവരെല്ലാം അന്ത്യദിനത്തിൽ വിജയം നേടും.